ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ മീത്തി പറാത്ത അല്ലെങ്കിൽ ഉലുവയില വെച്ചിട്ടുള്ള പറാത്ത. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നേ ഉള്ള വീഡിയോസ് ഒന്ന് പോയി കണ്ടു നോക്കുക. നമ്മുടെ ഗുജറാത്തിലെ വിശേഷങ്ങളും ഡേ ഇൻ മൈ ലൈഫും എല്ലായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതിലൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു മീത്തി പറാത്ത എന്നുള്ള കാര്യം ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല, ഉണ്ടാക്കിയിട്ടുമില്ല. ആദ്യമായിട്ട് കഴിക്കുന്നത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഏട്ടൻ ഇത് മുന്നേ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഫയറിങ്ങിന് പോകുന്ന സമയത്താണെങ്കിലും അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്താണെങ്കിലും എല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടനാക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനതൊന്ന് പിന്നെ ഏട്ടൻ്റെ ഇഷ്ടം നടക്കട്ടെ വെച്ചിട്ട് അങ്ങനെ ആക്കിയതാണ്. എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ കഴിച്ച് വന്ന ഇത് ഉണ്ടാക്കിയിട്ടെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ ഉള്ളി വാട്ടിയിട്ടെല്ലാം കൂടി ആയപ്പോൾ രസം കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴുകി വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഉലുവയിലയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ശേഷം കുഴച്ച് വെക്കേണ്ട നമ്മൾ കുഴക്കുന്ന പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള അറ്റാന്ന് വെക്കുന്നത് അതിൻ്റെ എല്ലാം കണക്കായിട്ടുള്ള ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് 2 സ്പൂൺ നെയ്യ് ഇട്ടിട്ട് നല്ലോണം ഇളക്കിയെടുത്തിട്ട് എടുത്ത് വെച്ചിട്ടുള്ള പൊടിയിലേക്ക് ഗോതമ്പ് പൊടിയിലേക്ക് ഉലുവയിലയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ട് മഞ്ഞളും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് എല്ലായിടും എത്തുന്ന വിധത്തിൽ പൊടിയും അതെല്ലാം കൂടിയിട്ട് മിക്സാക്കി എടുത്തിട്ട് കുറച്ചായിട്ട് ഈ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള നെയ്യും ഉപ്പും ഇട്ട് വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുഴച്ച് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കുക. എന്നിട്ടൊരു 20 മിനിറ്റ് നേരത്തേക്ക് മാറ്റി നിർത്തുക. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അതിൻ്റെ കൂടെ ചപ്പാത്തി കുഴക്കുന്നതിന് മുമ്പിട്ട് പിന്നെ വെള്ളത്തിൽ ഉപ്പും വെളിച്ചെണ്ണയും ചേർക്കുന്നതിന് കൂടെ വെളിച്ചെണ്ണയും ഒഴിവാക്കിയിട്ട് നെയ്യ് കൂട്ടുക. പിന്നെ അതുപോലെ ഗോതമ്പ് പൊടിയിലേക്ക് ഇത് പറഞ്ഞ പോലെ ഉലുവയിലയും ഉള്ളിയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും മാത്രം ചേർക്കുക. എന്നിട്ട് കുഴച്ചെടുക്കുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇതിന് അങ്ങനെ വലിയ പാടായിട്ടും പണിയായിട്ടൊന്നുമില്ല. പിന്നെ എന്താ വെച്ചിട്ടാകുമ്പോൾ നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ നല്ല തിന്നായിട്ട് ആക്കാണ്ട് ഈ പറാത്തക്ക് പിന്നെ കുറച്ച് കട്ടിയിൽ ആക്കുക. ചപ്പാത്തി തിന്നായിട്ടും ഇത് കുറച്ച് കട്ടിയുണ്ടാവും. അതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് അധികം അമർത്തി വെക്കാണ്ട് കുറച്ച് കട്ടിയിലായിട്ട് പരത്തുക. ഇത് അങ്ങനെ ചപ്പാത്തി നല്ലോണം പൊടിയിൽ മുക്കിയിട്ട് പരത്തുന്ന പോലെ അങ്ങനെയൊന്നും വേണ്ട. അത് ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്താൽ മാത്രം മതി. ചുടുമ്പോൾ അധികം ഒന്നും പൊടി ഉണ്ടാകണ്ട. പിന്നെ നമ്മൾ ചുടുമ്പോൾ 2 സൈഡും മറിച്ചിട്ട് നല്ല ചൂടായതിനു ശേഷം മാത്രം നല്ലോണം എണ്ണ തൂവി കൊടുക്കുക. എണ്ണ ഇതിന് കുറച്ച് അധികം വേണം. നമ്മൾ ചപ്പാത്തി എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലേശം അധികമായിട്ട് ഇതിന് എണ്ണ വേണം. ഇതിപ്പം ഞാൻ 4 തരത്തിലാക്കിയിട്ടുള്ള 3 ഷേപ്പും 4മത്തത് വേറെ കത്തി വെച്ച് മുറിച്ചിട്ടുള്ളതാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. 1 റൗണ്ട്, 1 ത്രികോണം, 1 പിന്നെ ചതുരം, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ആക്കാം. പക്ഷേ കുറച്ച് കട്ടി വേണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്ന് വട്ടത്തിലാക്കുമ്പം കുറച്ച് നല്ല കട്ടിയിലാക്കിയിട്ട് ചതുരം ആക്കുമ്പോൾ നല്ല അമർത്തിയിട്ട് ചപ്പാത്തീൻ്റെ ഏകദേശം ചപ്പാത്തി പോലെ ആക്കി വെച്ചിട്ട് പിന്നെ മടക്കുമ്പോൾ നമുക്ക് അധികം അമർത്തിയിട്ട് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വലിക്കുക. 2 സൈഡായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കട്ടിയുള്ള ഭാഗം ഒന്ന് അമർത്തി കൊടുക്കുക. അത്രയേ വേണ്ടൂ. അധികം തിന്നാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചതുരാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ത്രികോണാക്കുന്ന ഡിഫറെൻറ്റ് സ്റ്റൈലൊന്ന് പരീക്ഷിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കി നോക്കിയതാണ്. അങ്ങനെ ത്രികോണം വട്ടത്തിലാക്കിയിട്ട് നേരെ നടുക വെച്ചിട്ട് പിന്നെ അങ്ങനെ ആക്കി ഇതിന് ആ ഷേപ്പാക്കി. പിന്നെ അതൊന്ന് കുറച്ച് പൊടിയിട്ടിട്ട് നീട്ടിയിട്ട് നമ്മൾ പരത്തുന്നതേ ഉള്ളൂ. കട്ടി കുറക്കേണ്ട ആവശ്യമേ ഇല്ല. കട്ടി വേണം ഇതിന്. പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് റൗണ്ടിൽ എടുത്തിട്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ പകുതിക്കൊന്ന് ഇങ്ങനെ കയറിയിട്ട് പിന്നെ അതൊന്ന് ചുരുട്ടി എടുത്തിട്ട് പരത്തുന്നേ ഉള്ളൂ. അത് മാത്രമേ ഞാൻ പിന്നെ എങ്ങനെ ആവുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച നാട്ടിൽ നിന്ന് നമ്മൾ ആക്കുന്ന പോലത്തെ പൊറോട്ട കിട്ടുമെന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കി നോക്കിയതാണ്. പക്ഷേ എങ്കിൽ അതങ്ങനെ ആയിട്ടില്ല. ഈ ഒരിക്കൽ ആക്കിയത് മാത്രമേ ഇത്രയും പിന്നെ കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം കട്ട് ചെയ്യുമ്പോൾ തന്നെ കയ്യിലിങ്ങനെ പറഞ്ഞു തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെ വേണ്ടിക്കിലും ആക്കാം. നമ്മളിഷ്ടം, നമ്മൾ കഴിക്കുമ്പോൾ നമുക്കങ്ങനെ ആക്കാം. അങ്ങനെ എൻ്റെ രീതിയിലാക്കിയത് ഞാനന്ന് എങ്ങനെയെങ്കിലും ആവുമെന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ഷേപ്പിലാവുമല്ലോ, എന്തെങ്കിലും ഒരു രീതിയിലാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാനങ്ങനെ അതൊന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അത് ചുട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഉള്ളി ഉള്ളിയും മുട്ടയാക്കിയിട്ട് ആക്കുക ചെയ്ത് ഇതിൻ്റെ കൂടെ ഇറച്ചിയും പിന്നെ മസാലക്കറി അടിച്ചുള്ള ഇറച്ചിയും ബീഫ് അങ്ങനത്തെ എല്ലാം കൂട്ടും. പക്ഷേ തൈരാണ് ഇവിടെയുള്ള കൂട്ടർ അധികം കൂട്ടുക. ഇതിൻ്റെ കൂടെ തൈര് കൂട്ടും.
പിന്നെ ഏട്ടൻ അങ്ങനെ തൈര് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ കൂട്ടിയിട്ടൊന്നുമില്ല, ഞാൻ ആക്കിയിട്ടേ ഇല്ല. നമ്മൾ മസാലയൊക്കെ ചെയ്ത് കുറേ നാളായിട്ട് ഇങ്ങനെ ഉലുവ കൂട്ടിയിട്ട് ആക്കണം എന്നുള്ള ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഉലുവയല്ല കായ്ക്കുന്ന വെച്ചിട്ട് ഞാനങ്ങനെ സമ്മതിക്കാഞ്ഞ്. പക്ഷേ ഇത് ആക്കിയപ്പോൾ കുഴപ്പമില്ല, ഉലുവേൻ്റെ തണ്ട കായ്ക്കുന്ന പിന്നെ അറിഞ്ഞ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 3 ഷേപ്പിൽ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നേയുള്ള വീഡിയോസ് നോക്കി കണ്ടു നോക്കുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. താങ്ക്